മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പലരും ടാസ്ക് തോറ്റതിൻ്റെ സങ്കടത്തിലും ദേഷ്യത്തിലുമൊക്കെയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചയിലുമാണ് പലരും. അങ്ങനെ ഒരു ചർച്ചയാണ് ഇപ്പോൾ ആദിലയും നൂറയും സരികയും കൂടി നടത്തുന്നത്. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ 2 ടീമായിട്ടാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അതിൽ അക്ബർ, ശരത്, ജിസേൽ ആ ഒരു ടീമിൽപ്പെട്ട അംഗമാണ് സരിക. അവരുള്ളപ്പോൾ അവരുടെ അടുത്ത് കളിച്ചും ചിരിച്ചും നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സരിക. എന്നാൽ ഇപ്പോൾ ഈ ടാസ്കിൽ ആര്യനും ജിസേലും തോറ്റപ്പോൾ സരിക അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അവർക്കെതിരെ തിരിഞ്ഞെങ്കിലും അവരുടെ മുൻപിൽ ചെന്ന് ഒന്നും പറയാനുള്ള ധൈര്യം സരികയ്ക്കില്ല. ഇതുപോലെ വട്ടം കൂടി വർത്താനം പറയുമ്പോൾ അവർക്കെതിരെ സംസാരിക്കുന്നെന്ന് മാത്രം. ഇപ്പോൾ എന്തായാലും സരിക പറയുന്നത് ആര്യനും ജിസേലും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, അവർ ഫിസിക്കൽ ടാസ്കിൽ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മത്സരത്തിനായിരുന്നു പോകേണ്ടത്. അതായത് അഡ്വഞ്ചർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു പോകേണ്ടത്. അല്ലാതെ അവർ രണ്ടുപേരും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. എന്തു പറഞ്ഞാലും ഏത് ടാസ്കിനും ജിസേൽ ജിസേൽ ജിസേൽ, എല്ലാവരും ജിസേലിൻ്റെ പേരാണ് പറയുന്നത്. ഒന്ന് മാറ്റി പറയണം എങ്കിലേ മറ്റുള്ളവർക്കുള്ള കഴിവ് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇപ്പോൾ സരിക പറയുന്നത്. അപ്പോൾ അത് നൂറയും സമ്മതിക്കുന്നുണ്ട്. ശരിയാണ്, എന്ത് പറഞ്ഞാലും ജിസേൽ. ഇന്നലെ ആണെങ്കിൽ പോലും സിംഹം എന്ന് പറഞ്ഞപ്പോൾ ജിസേൽ, ലോയൽ എന്ന് പറഞ്ഞപ്പോൾ ജിസേൽ, സ്റ്റാർ എന്ന് പറഞ്ഞപ്പോൾ ജിസേൽ, എല്ലാത്തിനും ഇവിടെ എല്ലാവർക്കും ജിസേലിനെ മതി. പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജിസേൽ ഒരു ഫിസിക്കൽ ടാസ്കറാണ്, പക്ഷെ ഒരിക്കലും ഒരു മൈൻഡ് ഗെയിമർ അല്ല എന്നാണ് നൂറയുടെ അഭിപ്രായം. എന്തായാലും പല കാര്യത്തിനും ജിസേലിനെ എല്ലാവരും പൊക്കി പറയുന്നതിൽ ഇവർക്ക് നല്ല അസൂയയും കുശുമ്പും ഉണ്ടെന്ന് നമുക്ക് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അത് ഇവർ 3 പേർക്കും മാത്രമല്ല, സ്ത്രീകളിൽ ഭൂരിഭാഗം പേർക്കും ജിസേലിനോട് ഒരു അസൂയ ഉള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ജിസേൽ ഒരു ഫിസിക്കൽ ടാസ്കറാണ്, അതുപോലെ തന്നെ മൈൻഡ് ഗെയിമറും കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ ടാസ്കിൽ പോയി മുടി മൊട്ടയടിച്ചില്ല എന്ന ഒറ്റ റീസൺ കൊണ്ട് ജിസേൽ ഒരു തെറ്റുകാരി ആകില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആകാതിരിക്കില്ല. അത് ജിസേലിൻ്റെ പേഴ്സണൽ ചോയ്സാണ്, മുടി മൊട്ടയടിക്കണോ വേണ്ടയോ എന്നൊക്കെ. പിന്നെ ഇന്ന് ടോപ്പിലിരിക്കുന്നവൻ നാളെ താഴെ വരും, നാളെ താഴെയുള്ളവൻ ഇന്ന് ടോപ്പിൽ വരും. അതാണ് ഈ ബിഗ് ബോസ് എന്നുള്ള ഗെയിം. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ജിസേൽ ടോപ്പിലായിരുന്നു. ഇന്ന് ഈ ഒരു ടാസ്ക് കാരണം ജിസേൽ ഇപ്പോൾ താഴേക്ക് വന്നു. ഇനി അടുത്ത ദിവസം തന്നെ ഒരു ടാസ്ക് വരുമ്പോൾ അതിൽ ആര്യനും ജിസേലും നല്ലതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നവരെല്ലാം അന്ന് ആര്യനെയും ജിസേലിനെയും വീണ്ടും 1ാം സ്ഥാനത്ത് തന്നെ എത്തിക്കും. അതാണ് ഈ ബിഗ് ബോസ് എന്നുള്ളൊരു ഗെയിം ഷോ. എന്തായാലും സരികയുടെയൊക്കെ തനി സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ്. സരിക ജിസേലിൻ്റെയും അക്ബറിൻ്റെയും ശരത്തിൻ്റെയൊക്കെ ആ ടീമിലാണെങ്കിലും അവിടെ പോയി ചിരിച്ച് കളിച്ച് നിന്നിട്ട് പുറത്തു വന്ന് മറ്റുള്ളവരുടെ അടുത്ത് അവരുടെ കുറ്റങ്ങൾ തന്നെ പറയുകയാണ്. എന്നാൽ അവരുടെ മുൻപിൽ വെച്ച് അവരെക്കുറിച്ച് ഒന്നും പറയാൻ സരികയ്ക്ക് ധൈര്യവുമില്ല.